മാണ്ഡ്യ രൂപതയുടെ അതിരുകൾ വികസിപ്പിച്ചുകൊണ്ട് ബാംഗ്ലൂരിലും പരിസര പ്രദേശങ്ങളിലുമുള്ള സിറോ മലബാർ ആളുകളെ മുഴുവൻ സിറോ മലബാർ സഭയുടെ ശുശ്രൂഷ മേഖലയ്ക്കുള്ളിലാക്കിയ പരിശുദ്ധ സിംഹാസനത്തിൻ്റെ തീരുമാനം ജ്ഞാനായക്കാരായ നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ സന്തോഷം നൽകുന്ന ഒന്നാണല്ലോ. ബാംഗ്ലൂരിലും പരിസര പ്രദേശങ്ങളിലുമായി വർഷങ്ങളായി താമസിച്ചിരുന്ന ജ്ഞാനായക്കാർ ഇന്ന് കോട്ടയം അതിരൂപതയുടെ ഭാഗമായി മാറിയിരിക്കുകയാണ്. ദൈവത്തിന് നന്ദി പറയാം. നിങ്ങൾക്ക് ഹൃദയപൂർവ്വം ഞാൻ അഭിനന്ദനങ്ങൾ നൽകുന്നു. ബാംഗ്ലൂരിലും പരിസര പ്രദേശങ്ങളിലും കർണാടകത്തിൽ പല ഭാഗങ്ങളിലുമായി വ്യാപിച്ചിരിക്കുന്ന നമ്മുടെ ആളുകൾ കൂടുതൽ പരസ്പരം അറിയുവാനും മനസ്സിലാക്കുവാനും അങ്ങനെ നമ്മുടെ കൂട്ടായ്മ വളർത്തുവാനും സഹായകമായ ഒരു വീഡിയോ ഡോക്യുമെൻ്ററി നിങ്ങൾ രൂപപ്പെടുത്തുന്നു എന്നറിഞ്ഞ സന്തോഷമുണ്ട്. ഇത് നമ്മുടെ കൂട്ടായ്മയ്ക്ക് കൂടുതൽ ശക്തി പകരട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഏവർക്കും എല്ലാ നന്മകളും വിജയങ്ങളും നേരുന്നു. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഇതൊരു കഥയാണ്. കുറേ പഴക്കമുള്ള ഭൂതവും പുതുമയിലെത്തി നിൽക്കുന്ന വർത്തമാനവുമുള്ള കഥ. ഇതൊരു ജനതയുടെ കഥയാണ്. ചരിത്രത്തിൻ്റെ ഭാഗമായ ഒരു കൂട്ടം ജനങ്ങളുടെ കഥ, ക്നാനായ മക്കളുടെ കഥ. സമയം കുറവായതുകൊണ്ട് മുഴുവനും പറയുന്നില്ല, ഒരു ചെറിയ ഭാഗം പറയുന്നു. ബാംഗ്ലൂർ ക്നാനായ മക്കളുടെ ഭാഗം. നാലാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ ദക്ഷിണ മെസൊപ്പൊട്ടേമിയയിലെ വ്യവസായ പ്രമുഖനായ ക്നായിത്തൊമ്മൻ്റെ നേതൃത്വത്തിൽ മെത്രാനും വൈദികരും ഷമ്മാശന്മാരും അടങ്ങുന്ന ഒരു വിഭാഗം ക്രിസ്ത്യാനികൾ കേരളത്തിലേക്ക് കുടിയേറി. കേരളത്തിലേക്ക് കുടിയേറിയ ക്നാനായക്കാർ കൊടുങ്ങല്ലൂർ നഗരത്തിൻ്റെ തെക്കുഭാഗത്തായി താമസിക്കുകയും ഇവരെ തെക്കുംഭാഗർ അഥവാ ക്നാനായക്കാർ എന്നറിയപ്പെടുകയും ചെയ്തു. കുടിയേറ്റ പാരമ്പര്യമുള്ള ഈ ക്നാനായക്കാർ മധ്യ തിരുവിതാംകൂറിൻ്റെ പല ഭാഗങ്ങളിലേക്ക് കുടിയേറുകയും അവിടെ താമസമുറപ്പിക്കുകയും ചെയ്തു. 1911 ഈ സമൂഹത്തെ പരിശുദ്ധ റോമാ സിംഹാസനം ഒരു വികാരിയത്തായി ഉയർത്തുകയും മാക്കിൽ പിതാവിനെ അതിൻ്റെ മെത്രാനായി നിയമിക്കുകയും ചെയ്തു. വിദ്യാഭ്യാസത്തിൻ്റെയും തൊഴിലിൻ്റെയും അനന്ത സാധ്യതകൾ മനസ്സിലാക്കി ക്നാനായ സമൂഹം 1950കളിൽ ബാംഗ്ലൂർ നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ചേക്കേറുകയും അവിടെ താമസമുറപ്പിക്കുകയും ചെയ്തു. ഈ സമൂഹം ഇന്നും ഒരു കൂട്ടായ്മയായി ബാംഗ്ലൂരിൽ നിലനിൽക്കുന്നു. ആയിരത്തി 1986 ഓഗസ്റ്റ് മാസം ബംഗളൂരു സെൻറ് മേരീസ് ബസിലിക്കയിൽ വെച്ച് കോട്ടയം അതിരൂപത പ്രഥമ മെത്രാപ്പൊലീത്ത അഭിവന്ദ്യ കുന്നശ്ശേരി പിതാവിൻ്റെ അനുഗ്രഹാശിസ്സുകളോടെ ബാംഗ്ലൂർ ക്നാനായ കാത്തലിക് അസോസിയേഷൻ അഥവാ BKCയുടെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. ബംഗളൂരിൻ്റെ വിവിധ ഭാഗങ്ങളിലായി 280ഓളം ക്നാനായ കുടുംബങ്ങളാണ് താമസിക്കുന്നത്. അവരുടെ സുഗമമായ പ്രവർത്തനങ്ങൾക്കായി 10 വാർഡുകളായി തിരിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. 2000 ബഹുമാനപ്പെട്ട കൊല്ലാവരം പിള്ളച്ചൻ്റെ പ്രത്യേക താൽപ്പര്യപ്രകാരം നിർമ്മിതമായ സ്വർഗാണി ദേവാലയം ഇന്ന് ബാംഗ്ലൂരിലുള്ള ക്നാനായ നിവാസികളുടെ സ്വന്തം ഇടവകയായിട്ട് മാറിയിരിക്കുകയാണ്. 1990 സ്ഥാപിതമായ ഗുരുകുലത്തിലെ ആദ്യ റെക്ടർ ബഹുമാനപ്പെട്ട കൊല്ലാവരം പിള്ളച്ചൻ മുതൽ ഇന്ന് ഞങ്ങളെ ആത്മീയപരമായും കൂട്ടായ്മയിൽ നയിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട ബിനുവച്ചനും തോമസ് ചിപ്പനുമുള്ള എല്ലാ വൈദികരോടുമുള്ള ഞങ്ങളുടെ നന്ദിയും കടപ്പാടും അറിയിക്കുകയും ചെയ്യുന്നു. ദൈവദാസൻ മാക്കിൽ പിതാവിൻ്റെ നാമധേയത്തിലുള്ള മാർമാക്കിൽ ഗുരുകുലം 1990 ബാംഗ്ലൂരിൽ സ്ഥാപിതമായപ്പോൾ കോട്ടയം അതിരൂപതയിലെ വൈദിക വിദ്യാർത്ഥികൾക്കുള്ള മേജർ സെമിനാരിയായും ബാംഗ്ലൂരിൽ സ്ഥിരതാമസിക്കുന്ന ക്നാനായ മക്കൾക്കുമുള്ള ഒരു പാസ്റ്റർ സെൻ്ററായിട്ട് ഇത് സ്ഥാപിതമായി. ഗുരുകുലത്തിലെ ആദ്യത്തെ റെക്ടറായിട്ട് ബഹുമാനപ്പെട്ട ജഗത് കൊല്ലാവർ പിള്ളച്ചനും
അതേ തുടർന്ന് പടപുരയ്ക്കലച്ചൻ, തോമസ് ആദപ്പള്ളിലച്ചൻ, വെള്ളിയാനച്ചൻ, കറുകപ്പറമ്പിലച്ചൻ, കാളവേലിലച്ചനിലൂടെ 26 വർഷം പൂർത്തിയാക്കിയ മാർമാക്കിൽ ഗുരുകുലം ബാംഗ്ലൂർ താമസിക്കുന്ന ജ്ഞാനായക്കാരുടെ ആശാകേന്ദ്രവും അഭയസ്ഥാനവുമായിട്ട് മാറിയിരിക്കുകയാണ്. അതുപോലെ ഗുരുകുലത്തിൽ സ്ഥാപിതമായിട്ടുള്ള വിശുദ്ധ എഫ്രേമിൻ്റെ നാമധേയത്തിലുള്ള ചാപ്പല് എല്ലാ ജ്ഞാനക്കാർക്കും വരുവാനും വിശുദ്ധ ബലി അർപ്പിക്കുവാനുമുള്ള ഒരു സെൻ്ററായിട്ട് മാറിയിരിക്കുന്നു. ബാംഗ്ലൂർ നഗരത്തിൽ താമസിക്കുന്ന ജ്ഞാനായ കത്തോലിക്കരുടെ ആത്മീയ ആവശ്യങ്ങൾ നിർവഹിക്കുവാൻ വേണ്ടി സ്വർഗാണി ദേവാലയം 2000 ആണ്ടിൽ തന്നെ സ്ഥാപിതമായെങ്കിലും ഇത് കോട്ടയം രൂപതയുടെ കീഴിലുള്ള ഒരു സ്വതന്ത്ര ഇടവകയായി സ്ഥാപിക്കപ്പെട്ടത് 2016 മെയ് മാസം 15-ാം തീയതിയാണ്. ഈ നഗരത്തിലും ഇതിന് ചുറ്റുവട്ടത്തുമായി താമസിക്കുന്ന ആളുകളുടെ അവരെ ഒരുമിച്ച് കൂട്ടുവാനും ആത്മീയമായ വളർച്ചയ്ക്കും ഈ സംരംഭം സഹായമാകട്ടെ എന്ന് കൃത്യമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കുകയും ചെയ്യാം. പാശ്ചാത്യ സഭയിലെ സന്യാസ സർവാനാണ് ബെനഡിക്റ്റൈൻ സഭ. 1000-ാം ആണ്ടിൽ ഇറ്റലിയിലെ വല്ലംബ്രൂസായിൽ വിശുദ്ധ ജോൺ ഗിൽബർട്ട് വല്ലംബ്രൂ സന്യാസ സമൂഹം സ്ഥാപിച്ചു. ഈ സഭയുടെ ഒരു ശാഖ കോട്ടയം രൂപതയിൽ 1988 ജൂൺ 20-ാം തീയതി അഭിമന്യ കുന്നശ്ശേരി പിതാവിൻ്റെ അനുവാദത്തോടെ സ്ഥാപിക്കുകയുണ്ടായി. ഈ സന്യാസ സമൂഹത്തിൻ്റെ വൈദിക വിദ്യാർത്ഥികളുടെ പരിശീലനത്തിനായിട്ട് 2000 ആണ്ടിൽ കേർപുരത്ത് ഗിൽബർട്ട് ഭവൻ സ്ഥാപിതമായി. 2000 വർഷം മുതൽ 16 വർഷമായിട്ട് ബാംഗ്ലൂരിലുള്ള ജ്ഞാനായ മക്കളുടെ ആത്മീയ കാര്യങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ട് ഈ സന്യാസ സമൂഹം മുന്നോട്ട് പോകുന്നു. പെൺപൈതങ്ങളുടെ നൽവളർത്തലും സുഹൃത ജീവിതവും വിദ്യാഭ്യാസത്തിലൂടെ സാധ്യമാക്കുവാൻ ദൈവദാസൻ മാക്കി പിതാവ് കൈപ്പുഴയിൽ 1892 ജൂൺ മാസം 24-ാം തീയതി തിരുഹൃദയ തിരുനാളിൽ പരിശുദ്ധ അമ്മയുടെ സന്ദർശനത്തിൻ്റെ നാമത്തിൽ വിസിറ്റേഷൻ കന്യകാ സമൂഹത്തിന് തുടക്കം കുറിച്ചു. 1997 വിസിറ്റേഷൻ സഭയുടെ ഒരു ശാഖാഭവനം ബാംഗ്ലൂരിൽ ആരംഭിക്കുകയും ഇന്ന് കാണുന്ന ഈ സ്കൂളിന് തുടക്കമിടുകയും ചെയ്തു. 20 വർഷങ്ങൾ പിന്നിടുമ്പോൾ ഈ സന്യാസ സമൂഹവും ഈ സ്ഥാപനവും ഇന്ന് കാണുന്ന ഈ അഭിവൃദ്ധി പരിശുദ്ധ അമ്മയുടെയും ഈശോയുടെ തിരുഹൃദയത്തിൻ്റെയും തിരുസന്നിധിയിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. അഭിമന്യ തോമസ് തറയിൽ പിതാവിനാൽ സ്ഥാപിതമായ കരുത്ത സെക്യുലർ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു ശാഖാഭവനം 2002 ബാംഗ്ലൂരിൽ സ്ഥാപിതമായി. ഈ ഭവനത്തിലൂടെ ബാംഗ്ലൂരിലുള്ള ജ്ഞാനായ മക്കളുടെ ആധ്യാത്മികവും ഭൗതികവുമായ വളർച്ചയ്ക്ക് വേണ്ടി ഗുരുകുലത്തിലുള്ള വൈദികരുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുന്നു. ദേവദാസൻ പൂതത്തിൽ തുമ്മേച്ചിനാൽ സ്ഥാപിതമായ സെൻറ്റ് ജോസഫ്സ് കോൺഗ്രിഗേഷൻ്റെ ഒരു ശാഖാഭവനം 1991 ബാംഗ്ലൂരിൽ സ്ഥാപിതമായി. ഇന്ന് ഈ ഭവനം സ്ഥാപിച്ചിട്ട് 25 വർഷം പിന്നിടുമ്പോൾ ഇക്കാലം അത്രയും ബാംഗ്ലൂരിലെ ജ്ഞാനായ മക്കളുടെ ആത്മീയവും ഭൗതികവുമായ വളർച്ചയിൽ ಪಂಗಾಳಿಗಳಾಗಾನ್ ಸಾಧಿಸಿದ್ರಲ್ಲಿ ഞങ്ങളേറെ ಅಭಿಮಾನಿക്കുന്നു. ಬೆಂಗಳೂರು ಮಹಾನಗರದಲ್ಲಿ ಹುಟ್ಟಿ ಬೆಳೆದ ನನಗೆ ಬೆಂಗಳೂರು ಕ್ನಾನೈಟ್ ಎಂದು ಹೇಳಕ್ಕೆ ಅಭಿಮಾನಕೊಳ್ಳುತ್ತೇನೆ. The rich culture and heritage of this tradition is what makes it special. And on this occasion, I invite the Bangalore Knana youth to join your hands to keep up our spirit and to safeguard our rich tradition and heritage. ഒരുമയുടെ പാളത്തിലൂടെ നന്മയുടെ ചൂളം വെളിയുമാണ്. വ്യത്യസ്തതയുടെ പടവുകൾ താണ്ടി സാഹോദര്യത്തിന്റെയും സേവനത്തിന്റെയും മാതൃകയേകി വിശ്വാസത്തിന്റെ പാതയിൽ ചലിക്കുന്നവർ, വംശശുദ്ധിയുടെ പൈതൃകം കാത്തു സൂക്ഷിക്കുന്ന, സഭയോടും സമുദായത്തോടും കൂറു പുലർത്തുന്ന ജനത. ഇതേ നാവു ജ്ഞാനായ മക്കൾ. ഞങ്ങൾ
ഞങ്ങൾ ജ്ഞാനായക്കാർ. ഞങ്ങൾ ജ്ഞാനായ മക്കൾ. ഞങ്ങൾ ജ്ഞാനായക്കാർ. ನಾವು ಜ್ಞಾನಾಯ ಮಕ್ಕಳು. ഞങ്ങൾ ജ്ഞാനായ മക്കൾ. ഞങ്ങൾ ജ്ഞാനായക്കാർ. We are Canaanites. ನಾವು ಬೆಂಗಳೂರು